നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില ആളുകളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ടെൻഷൻ അടിക്കുന്ന ആളുകൾ. അതായത് കാരണം ഒന്നും തന്നെ അല്ലെങ്കിൽ കാര്യം ഒന്നും തന്നെ വേണ്ട, എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഓവറായിട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇല്ലാത്ത കാര്യത്തെ ഊതിപ്പെരുപ്പിക്കുന്നെന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. കാര്യങ്ങൾ ഒന്നും വേണ്ട, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അത് കാര്യം ഒന്നുമില്ല എങ്കിൽ പോലും നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. പക്ഷേ അവർക്ക് നമ്മൾ എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞു കൊടുത്താൽ പോലും അവർ മനസ്സുകൊണ്ട് മാറാൻ ശ്രമിച്ചാലും പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം മതി, അവരത് ചിന്തിച്ച് വലിയ വിഷയത്തിലേക്ക് എത്തിച്ചേരും. അമിത ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്നത് ഒരു മാനസികമായിട്ട് ഉള്ള ദുർബലമായ ഒരു അവസ്ഥയെന്ന് വേണം പറയാൻ. കാരണം ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കി പറഞ്ഞ് അല്ലെങ്കിൽ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത. ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് തന്നെ തോന്നും, അതായത് അവർക്ക് പ്രശ്നങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ അതൊരു നിസ്സാരമായ കാര്യമെന്ന് ചിലർക്ക് തോന്നുന്ന വിഷയങ്ങൾ മറ്റു ചിലർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ മാനസികമായി വളരെ ദുർബലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ അമിത ചിന്ത, എപ്പോഴും വ്യാകുലപ്പെടുന്ന സ്വഭാവം എന്നിവ എല്ലാം വളരെ ചില രാശിക്കാർക്കുള്ള ഒരു പ്രത്യേകതയാണ്. അത് വളരെ ഒരു ഓവർ തിങ്കിങ് വളരെ മോശമായ കാര്യമൊന്നുമല്ല. അതൊന്ന് നമ്മൾ മനസ്സുകൊണ്ട് അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ കൂടി ശ്രമിക്കണം. അല്ലെങ്കിൽ ഓവർ തിങ്കിങ് വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ചില രാശിക്കാരുടെ ഒരു സ്വഭാവമാണ് ഓവർ തിങ്കിങ്, അതായത് ആ അമിതമായ ചിന്ത കാട് കയറി ചിന്തിക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ അത് മാറും, എങ്കിലും അത് ഒരു പരിധി വരെ മാറാൻ പറ്റും. ചില രാശിക്കാർക്ക്, അതായത് ഓരോ രാശിക്കാർക്കും ഓരോ സ്വഭാവം അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്ക് ഇന്ന പൊതു ചില സ്വഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ചില രാശിക്കാരായ ആളുകൾക്ക് ഉള്ളതാണ് ഇത് ഓവർ തിങ്കിങ്, അമിതമായ ചിന്ത അല്ലെങ്കിൽ അമിതമായി വ്യാകുലപ്പെടുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ബലഹീനത എന്ന് വേണം തന്നെ ഇതിനെ പറയാൻ. അങ്ങനെ ആവശ്യമില്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും വളരെയേറെ ചിന്തിച്ച് അതിനെ വലിയ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ വളരെയേറെ ഗുരുതരമായ വിഷയങ്ങളിലേക്ക് മാറ്റുന്ന സ്വഭാവമുള്ള ചില രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർ തീവ്രവും ആഴവും ഏറിയ ഒരു രാശിയാണിത്. വൃശ്ചികം രാശി. മനസ്സിൽ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന രാശികളായും വൃശ്ചികം രാശിക്കാർ അറിയപ്പെടുന്നുണ്ട്. കാരണം ചെറിയ ചെറിയ നിഗൂഢമായ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു കഴിവ് ഇക്കൂട്ടർക്കുണ്ട്. അപ്പോൾ വൈകാരികതയുടെയും അതീന്ദ്രിയ ശക്തികളുടെയും ലോകത്ത് ആരും അറിയാതെ സഞ്ചരിക്കുന്നവരാണ് ഈ കൂട്ടർ. അതായത് ചില കാര്യങ്ങൾ, അതായത് നമ്മൾ മറ്റുള്ളവർ നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ഇവരിലേക്ക് അത് വേറൊരു രീതിയിൽ തലത്തിലേക്ക് ഇവർ ചിന്തിച്ചെടുക്കുകയും നിഗൂഢമായ കാര്യങ്ങളെ മനസ്സിലിട്ട് വീണ്ടും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു ചിന്താ ശേഷിയെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടരാണ് വൃശ്ചികം നക്ഷത്രക്കാർ. ചില ആളുകളെ ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് തോന്നാറുണ്ട്. ചില വൃശ്ചികം രാശിക്കാരെ, അയ്യോ ഇവരെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കൂടെ ഉള്ളവർക്ക് പോലും തോന്നിപ്പോവും. അപ്പോൾ എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു രാശി, അപ്പോൾ അതായത് ഈ രാശിക്കാരുടെ ഒരു പൊതുവായ സ്വഭാവമാണ് ഇങ്ങനെ അമിതമായ ചിന്ത. അതായത് ഇംഗ്ലീഷ് മാസത്തിൽ ഒക്ടോബർ 23-നും നവംബർ 21-നും ഇടയിൽ ജനിച്ചവരാണ് വൃശ്ചികം രാശിയിൽ വരുന്ന ആളുകൾ. തേളാണ് ഇവരുടെ ചിഹ്നം. വൃശ്ചികം ഒരു ജലതത്വ രാശിയാണ്. രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരും മറ്റുള്ളവർക്ക് മുന്നിൽ മനസ്സ് തുറക്കാൻ ഒരു മടി കാണിക്കുന്ന പ്രവണതയുമുള്ള കൂട്ടരാണ് വൃശ്ചികം രാശിക്കാർ. മറ്റാരോടും ഒന്നും പറയാതെ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന്, അതായത് മനസ്സിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടു നടന്ന് ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടെന്നുള്ളതായിട്ട് ചില നിഗൂഢമായ കാര്യങ്ങളിലേക്കും ഇവർ മനസ്സിനെ എത്തിക്കാറുണ്ട്. അതും വേറൊരാൾക്ക് ചിലപ്പോൾ അത് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ തോന്നുമ്പോൾ ഇത് കാര്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നിയാൽ പോലും ഈ വൃശ്ചികം രാശിക്കാർക്ക് അത് അല്ല, ഞാൻ പറയുന്നതാണ് ശരി, ഇത് കാര്യമുണ്ട്, നിങ്ങളത് നിസ്സാരമായി കാണരുത് എന്നൊരു ചിന്തയിലോട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടർ. അമിത ചിന്ത കൊണ്ട് വലയുന്ന വൃശ്ചികം രാശിക്കാർ വളരെയേറെ ശ്രദ്ധിച്ച് മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു രാശിയാണ് മീനൻ രാശി. മീനൻ രാശിക്കാരും സ്വപ്നലോകത്ത് വിഹരിക്കുന്നവരെന്ന് വേണം മീനൻ രാശിക്കാരെ പറയാൻ. സ്വപ്നങ്ങൾ നൽകുന്ന മായിക പ്രപഞ്ചമാണല്ലോ സ്വപ്നങ്ങൾ നൽകുന്നത്. അവിടെ യാഥാർത്ഥ്യത്തിനും സ്വപ്നത്തിനും ഇടയിലൊരവസ്ഥ, യാഥാർത്ഥ്യത്തിനും
മിഥ്യയ്ക്കും ഇടയിലുള്ളൊരവസ്ഥ. എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നത്. കാരണം ശരി ഒരു വശത്തും തെറ്റൊരു വശത്തും രണ്ടിനെയും തുല്യതയിൽ എത്തിക്കാൻ ഇവർക്ക്, അല്ലെങ്കിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇവർക്ക് സാധിക്കുന്നില്ല. ആ ഒരു ലോകത്ത്, സ്വപ്ന ലോകത്ത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ ചില അവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്ന കൂട്ടരാണ് മീനൻ രാശിക്കാർ. അത് ഇല്ല, അല്ലെങ്കിൽ അത് നിനക്ക് തോന്നലാണ്, നിന്റെ തോന്നലുകളാണെന്ന് പറഞ്ഞാൽ അവർക്കത് പറ്റില്ല. അവരതിനെ ഇല്ല, ഇത് തോന്നലല്ല, നിങ്ങളത് എൻ്റെ തോന്നലാക്കി മാറ്റുകയാണെന്നുള്ള ചിന്തയിലായിരിക്കും ഇവരതിനെ പ്രതികരിക്കുന്നത്. ഇംഗ്ലീഷ് മാസം ഫെബ്രുവരി 19-നും മാർച്ച് 20-നും ഇടയിൽ ജനിച്ചവരാണ് മീനൻ രാശിക്കാർ. മീനാണ് മീനം രാശിക്കാരുടെ രാശി ചിഹ്നം. മീനം അതായത് ഒരു ജലതത്വ രാശിയാണ്. ഇത് വളരെ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന കൂട്ടരാണ് മീനം രാശിക്കാർ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ, നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അധികമായ ആലോചനയിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അപ്പോൾ ഇവരും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് തന്നെ സാധിക്കണം. അതുകൊണ്ട് തന്നെ പറയുകയാണ്, മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ജപങ്ങൾ, അതായത് ഓം നമഃ ശിവായ എന്നൊരു മന്ത്രം, ആ മന്ത്രം അതിനെ മനസ്സിൽ നമുക്കൊരു വിഷയം വരുമ്പോഴോ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, എൻ്റെ മനസ്സ് അലക്ഷ്യമായി, അതെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് പിടികിട്ടാതെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ ഇരുന്ന് ചെറിയ ചെറിയ കാര്യം, നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ ഓം നമഃ ശിവായ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത്, ദേവിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ പടത്തിൻ്റെ അടുത്ത് പൂജാമുറിയിൽ പോയിരുന്നു ഒന്ന് ജപിച്ചു നോക്കൂ. മനസ്സിനെ നമ്മുടെ കടിഞ്ഞാണിട്ട് മനസ്സിനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് കന്യരാശിക്കാരാണ്. ബുധനാണ് കന്യരാശിയുടെ അധിപൻ. ആശയവിനിമയം, ബുദ്ധി എന്നിവയെ ബന്ധപ്പെട്ട ഗ്രഹമാണല്ലോ ബുധൻ. ആ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും ബുദ്ധിപരമായി കഴിവുകൾ ഏറെ ഉള്ള രാശിയാണ് കന്യരാശി. അവർക്കുമുള്ള ഒരു രാശി, അതായത് ഓരോ നക്ഷത്രക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഇന്ന രാശിക്കാർക്കുള്ള ഒരു സ്വഭാവമാണ് ഓവർ തിങ്കിങ്. അപ്പം ഇവരും കന്യരാശിക്കാരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സിനെ നമ്മളുടെ വരുതിയിൽ കൊണ്ടുവരാൻ ഒരു മനുഷ്യന് സാധിക്കണം. അല്ലാത്ത പക്ഷം അസുഖങ്ങളിലേക്കും അല്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥയിലേക്കും പോകുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചാൽ മാറാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. അപ്പുറത്തെ വീട്ടിൽ ഒരാൾക്ക് ഇച്ചിരി വലിയൊരു അസുഖം വന്ന് ഉടനെ അതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് നമുക്ക് ഇല്ല എങ്കിൽ പോലും നമുക്ക് അവനത് വന്ന്, അല്ലെങ്കിൽ അവനത് മൂലമായി ഇന്ന അസുഖത്തിലേക്ക് അത് എത്തിച്ചേർന്നത്, അയ്യോ ഇത് എനിക്കും ഇങ്ങനെ ആണോ എന്നൊരു ചിന്തയിലേക്ക് വന്ന് ഉടനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ വിഷമം, പിറ്റേ രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം, തളർച്ച, ഡോക്ടറെ കാണൽ, അങ്ങനെ ഇല്ലാത്ത അസുഖം മരുന്ന് കഴിക്കും. ചില ഡോക്ടർ പറയാതെ തുടക്കമാണെന്ന് പറയും. പക്ഷേ മരുന്ന് കഴിച്ചിട്ട് പിന്നെ ഒരു മാറ്റം വരാതെ വേറൊരിടത്തേലും അയ്യോ ആ അസുഖം ഇല്ലേ എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, എപ്പോഴും ജപം അത്യാവശ്യമാണ്. ഓരോ രാശിക്കാർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ 3 രാശിക്കാർ അമിതമായിട്ടുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിൽ പോലും അമിതമായ ഒരു ചിന്തയിലേക്ക് മനസ്സ് പോകുന്നതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ബലഹീനത ഇവർക്കുണ്ട്. അത് ബലഹീനത എങ്ങനെയാണ്? നമ്മളുടെ ഒരു ബലഹീനത, നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിൽ വിജയം കണ്ടെത്തുമ്പോഴല്ലേ നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ കോടീശ്വരനായി ജീവിക്കുന്നതിനപ്പുറം നമ്മുടെ വീക്ക്നെസ്സിനെ വിജയിച്ച് അതിൻ്റെ മേളിൽ നമ്മുടെ വിജയം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ വിജയിയാവുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ബലഹീനതയെ നമ്മൾ തന്നെ മുന്നോട്ട് വന്ന് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉദാഹരണമേ പറയാനുള്ളൂ, അല്ലെങ്കിൽ ഒരു വഴിയേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. അത് ജപം. ഏത് ജപം? നമ്മൾ ഒരു മാല എടുത്ത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, ചില ആളുകളുണ്ട് പിന്നെ നമ്മുടെ പൂജാമുറിയിൽ ചെന്ന് ചമ്രം പടിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മനസ്സിന് ശാന്തി കിട്ടും. ഒരു ദിവസം തന്നെ നമുക്കൊരു അനുഭൂതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുടരെ അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ആ നാളെ ഈ സമയമാകുമ്പോൾ ചെയ്യണം എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നമഃ ശിവായ എന്ന മന്ത്രം, അല്ലെങ്കിൽ ഓം നമോ നാരായണ, എന്തൊക്കെ മന്ത്രങ്ങൾ നമുക്കുണ്ട്. നിങ്ങൾക്ക് ഏതാണ് അറിയുന്നത്? ചില ആളുകൾക്ക് അറിയുന്ന മന്ത്രം ഓം നമഃ ശിവായാണ്. ഏവർക്കും പറ്റുന്ന ഒരു മന്ത്രമാണ്. ഒരുപാട് വരികളോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളോ കഠിനമായ വാക്കുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിനെയൊക്കെ നമ്മുടെ മനസ്സിനെ വരുതിയിലെത്തിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്, അമിതമായ ചിന്തയിലോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടാൻ നമുക്ക് തന്നെ പറ്റിയ വേറൊരാളുടെ സഹായം, അല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മുടെ അടുത്ത് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അതുമൂലം നമ്മൾ നേരെയാവുന്നതിൽ എത്രയോ ഭേദമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ.
അപ്പോൾ ഈ രാശിക്കാരുടെ പൊതുവായ ഒരു സ്വഭാവമാണ് അമിതമായ ചിന്ത, അല്ലെങ്കിൽ വ്യാകുലത, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ മഹാദേവൻ്റെ മന്ത്രം ജപിക്കാം. ഏത് ദേവനെയാണോ ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മന്ത്രം ജപിച്ച് മനസ്സിനെ വരുതിയിലാക്കാൻ ഏവർക്കും സാധ്യമാകട്ടെ. നന്ദി, നമസ്കാരം.